ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൻജാൻ എന്ന കിതാബാണ് നമ്മൾ ഓതുന്നത്. സൻജാൻ എന്നാണ് പൊതുവെ അതിന് പേര് പറയാറുള്ളത്. എഴുതിയ ആളുടെ മുസന്നിഫിൻ്റെ പേര് അഷൈഖ് ഇസ്സുദ്ദീൻ അസ്സഞ്ചാനി. അഷൈഖ് ഇസ്സുദ്ദീൻ അസ്സഞ്ചാനി എന്നാണ്. സൻജാൻ എന്നുള്ളൊരു സ്ഥലപ്പേരാണ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം തസ്രീഫുൽ ഇസ്സി എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. തസ്രീഫുൽ ഇസ്സി, ഇസ്സിയുടെ സൊറഫാക്കുന്ന ഒരു കിതാബു തസ്രീഫുൽ ഇസ്സി. അപ്പോൾ നമ്മളിപ്പോൾ പൊതുവെ നമ്മളെല്ലാവരും സൻജാൻ ഓതുക എന്നിങ്ങനെ പറയും. സൻജാൻ എന്നുള്ളത് ഈ മഹാന്റെ സ്ഥലമാണ്. സൻജാൻ. ഓക്കെ, പേരൊന്ന് പറയാം. ഹുവ ഷെയ്ഖുൽ അല്ലാമ അന്നഹവിയു അബുൽ ഫളാഇൽ ഇസ്സുദ്ദീൻ ഇബ്നു ഇബ്രാഹിം ഇബ്നു അബ്ദുൽ വഹാബ് ഇബ്നു ഇമാദുദ്ദീൻ അൽ ഖസ്റജി അശ്ശാഫിഈ അസ്സഞ്ചാനി അൽ മഅറൂഫ് ബിൽ ഇസ്സി. ഇസ്സി എന്ന പേരിൽ അറിയപ്പെടുന്ന അബുൽ ഫളാഇൽ ഇസ്സുദ്ദീൻ ഇബ്നു ഇബ്രാഹിം എന്നാണ് ശരിക്ക് പേര്. ഷാഫിഈ മദ്ഹബുകാരനാണ്. സൻജാനിയാണ്. ഇറാനിലാണ് ഈ സൻജാൻ ഉള്ളത്. ഇറാൻ, നമ്മുടെ ഇന്നത്തെ ഇറാൻ ഭാഗത്താണ് സൻജാൻ സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഉപ്പ വലിയൊരു ഷാഫിഈ പണ്ഡിതനായിരുന്നു, ഫഖീഹായിരുന്നു. തിബ്രീസ് നമ്മൾ ഇന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഇറാൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണല്ലോ ഇറാനിലെ തിബ്രീസ്. അങ്ങനെ അവിടെ ആണ് വീട് വെച്ച് താമസിച്ചത്. മൗസിലാണ് അദ്ദേഹം പിന്നീട് ജീവിച്ചത്. ബഗ്ദാദിലാണ് അവസാന കാലത്ത് ഉണ്ടായിരുന്നത്. ബഗ്ദാദ് ഇറാഖിലാണല്ലോ. ഇറാഖിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ഉണ്ടായിരുന്നത്. അദ്ദേഹം വളരെ വലിയൊരു സാഹിത്യകാരനായിരുന്നു. കാന അദീബൻ ആലിമൻ ബാരിഅൻ ഫിൻ നഹ്വി വൽ ലുഗത്തി വത്തസ്രീഫ് വൽ മആനി വൽ ബയാനി വൽ അറൂദി വസായിരിൽ ഉലൂമിൽ അഖ്ലിയത്തി വൻ നഖ്ലിയ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത വലിയ ഒരു സാഹിത്യകാരനായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു. നഹ്വിലും, അതായത് നമ്മളിപ്പോൾ ഓതുന്നത് സർഫാണ്, നഹ്വില്, ഭാഷയില്, സർഫില്, മആനി, ഇൽമുൽ മആനിയില്, ഇൽമുൽ ബയാനില്, പദ്യമുണ്ടാക്കുന്നതില്, എല്ലാ ബുദ്ധിപരമായ അറിവുകളിലും ഒക്കെ മുന്തി നിന്നിരുന്ന ആളായിരുന്നു. ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് തസ്രീഫുൽ ഇസ്സി എന്ന കിതാബ്. കുറച്ചു നേരം പോയി, ഒരു 5:30 ഉണ്ട് കേട്ടോ. തസ്രീഫുൽ ഇസ്സി അത് കേരളത്തിൽ സൻജാൻ എന്നുള്ള പേരിൽ അറിയപ്പെടും. അതുപോലെ അൽ കാഫി ഷറഹുൽ ഹാദി ഫിൻ നഹ്വി വത്തസ്രീഫ്, ഇത് അദ്ദേഹത്തിൻ്റെ കിതാബിൻ്റെ പേരാണ്. അൽ കാഫിയ ഫിൽ ഹിസാബ്. ജലദോഷം ഉണ്ടോ? ജലദോഷം പിടിച്ചോ? അതുപോലെ നഫാവത്തു ഫത്ഹിൽ അസീസ് ഫി ഇഖ്തിസാരി, ഇതിലുണ്ട്. നിങ്ങൾ അത് പിന്നെ എന്ത് ചെയ്യുക, ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഗ്രൂപ്പിൽ ക്ലാസ് റൂമിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് നോക്കാം, ഒന്ന് പറഞ്ഞോളൂ. റെക്കോർഡാ? വീഡിയോ റെക്കോർഡാ? വീഡിയോ അല്ല. അത് രണ്ട് ഭാഗമാക്കിയതാണ്. ഒരേ ഇന്നലത്തെ ക്ലാസ്സിൻ്റെ ആണ് അത്. അതെ, അയ്യോ, ഞാനത് രണ്ടാക്കിയിട്ട് സേവ് ചെയ്തെന്ന് വിചാരിച്ചു. അല്ല അല്ലേ? ഒന്ന് നോക്കാം, ഞാനൊന്ന് മാറ്റി ചെയ്യാം. മറ്റേത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഞാനത് ശരിയാക്കാം. അതിലുണ്ട്, ഞാനത് രണ്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് 2 ലിങ്കാ വിട്ടെന്ന് കരുതിയത്. നോക്കുമ്പോൾ ഒന്ന് തന്നെ വന്നിട്ടുള്ളൂ അല്ലേ? അത് നോക്കാം, ശ്രദ്ധിക്കാം, അത് മാറ്റാം.
ഇതതിൻ്റെ ഇംഗ്ലീഷിൽ ഒന്ന് വരുത്താണ്. മൊസൂള്, തിബിരീസ്, ബഗ്ദാദ്. നമ്മൾ ഇന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം തന്നെയാണ് അല്ലേ? തിബിരീസ്, മൊസൂള്. അവിടെ മറ്റേ ഇസ്രായേൽ ബോംബ് വർഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഇറാനിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. പിന്നെ മൊസൂളിൽ ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാന കിതാബുകൾ ഇംഗ്ലീഷിൽ, പിന്നെ ഇത് അറബിയിലുള്ള മലയാളത്തിലുള്ളതുമാണ്. ജസ്റ്റ് ഒന്ന് നോക്കാൻ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മലയാളത്തിലാക്കിയതാണ്. ഇതൊന്ന് ജസ്റ്റ് നോക്കാം പറ്റില്ലേ? ഞാൻ പറഞ്ഞ തന്നെയാണ്, പിന്നെ അറബിയും ഇതൊക്കെ വെച്ചിട്ട് നോക്കാം. അടുത്തത് കിതാബിലേക്ക് പോകല്ലേ? കിതാബ് പ്രിന്റ് എടുത്തുക്കണോ? കിതാബ് പ്രിന്റ് എടുത്തുക്കണോ ചോദിക്കുക. കിതാബിൻ്റെത് പ്രിന്റ് എടുത്തിട്ടുണ്ടോ ചോദിക്കുക. അതെ, ഓക്കെ. ഓക്കെ, കാണിച്ചല്ലോ പോയിട്ട്. ഇവിടെ ചല്ലിക്കലല്ലേ? പിന്നെ എവിടെയല്ലേ? നീ ഷബീറിനെ കൂട്ടി പോയി. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ നമ്മൾ ഇപ്പോൾ സംസാരിച്ച ഇസ് എന്ന ഇസുദ്ദീൻ സഞ്ചാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ലോകപ്രസിദ്ധമായ കിതാബാണ് കിതാബു സഞ്ചാൻ എന്നുള്ളത്. കിതാബു സഞ്ചാൻ. അതില് ഇതിപ്പോൾ നമ്മൾ പറയുന്നത് അതിൻ്റെ ഷർഹാണ് ഇപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. നമ്മളെ ഓതുന്ന ഭാഗം ഈ ബോക്സിലുള്ള ഭാഗമാണ്. ഈ ഷർഹ് എഴുതിയത് ലോകപ്രസിദ്ധ പണ്ഡിതൻ തഫ്താസാനി, സൈദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം വളരെ വലിയ ലോകതലത്തിൽ അറിയപ്പെട്ട ഒരു മഹാപണ്ഡിതനാണ് ഈ സൈദുദ്ദീൻ തഫ്താസാനി. അദ്ദേഹവും പഠിക്കുന്ന സമയത്ത് വളരെ കഠിനാധ്വാനം ചെയ്ത് പഠിച്ച് എല്ലാ മേഖലയിലും, നമ്മളിപ്പോൾ നേരത്തെ ഉസ്താദിനെ പറഞ്ഞ പോലെ, ഈ കിതാബ് എഴുതിയ ആളെ പറഞ്ഞ പോലെ, എല്ലാ വിഷയത്തിലും എന്താ പറയുക, കിതാബുകൾ എഴുതുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത വലിയ ഒരു മഹാനാണ് ഈ തഫ്താസാനി റളിയല്ലാഹു അൻഹു. അപ്പോൾ രണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓതാം. എന്തെങ്കിലും സംശയം വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്കത് ചോദിക്കാം, മറ്റേത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം ബിസ്മിയും ഹംദും സ്വലാത്തും സലാമും ഒക്കെ കഴിഞ്ഞു. എന്നിട്ട് പറയാണ്, ഈ ഇലം, നീ അറിയണം, അന്ന തസ്രീഫ, തീർച്ചയായും തസ്രീഫ്, ഫിൽ ലുഗത്തി, ഭാഷാർത്ഥത്തിൽ. തസ്രീഫ് എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ അത്തഗ്യീറു, മാറ്റം വരുത്തലാണ്, മാറ്റം വരുത്തുക. അപ്പോൾ തസ്രീഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിക്ഷണറിയിലൊക്കെ നോക്കിയാൽ മാറ്റം വരുത്തുക, വ്യത്യാസപ്പെടുത്തുക എന്നാണ് അർത്ഥം. അതാണ് നമ്മളിപ്പോൾ ഈ ഫഅല, ഫഅല, ഫഅലു, ഫഅല യഫ്അലു ഫഅലൻ ഫഹുവ ഫാഇലുൻ എന്ന് സർഫിന് പറയാൻ കാരണം അത് മാറ്റം വരുത്തുകയാണ്. ഇനിയോ വഫിസ് സിനാഅത്തി, സാങ്കേതികാർത്ഥത്തിൽ. സാങ്കേതികാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഓരോന്നും
ആ പദം ഒരു വിഷയത്തിൽ ഉപയോഗിക്കുന്ന ഒരു മീനിങ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ വിഷയത്തിൽ അത് ഈ പണ്ഡിതന്മാർ തസ്രീഫ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നത്, സർഫിൻ്റെ പണ്ഡിതന്മാർ ഉപയോഗിക്കുന്നത് ഏത് മാനക്കാണ്? നമ്മൾ നിസ്കാരത്തിൻ്റെ അവിടെ പറഞ്ഞല്ലോ, ജമാഅത്ത് നിസ്കാരത്തിൻ്റെ വാക്കർത്ഥം പ്രാർത്ഥനയാണ്. ഇനി അതിൻ്റെ സാങ്കേതികമായ ശറഇൽ ഇസ്ലാമിക മതനിയമത്തിൽ നിസ്കാരം എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക വാക്കുകളും ചില പ്രത്യേക പ്രവൃത്തികളും അടങ്ങുന്നതാണ് നിസ്കാരം എന്ന് പറഞ്ഞല്ലോ. അതെ, തക്ബീർ കൊണ്ട് തുടങ്ങി സലാം. അതേപോലെ തന്നെ തസ്രീഫ് എന്ന് പറഞ്ഞാൽ ഡിക്ഷണറിയിൽ നോക്കിയാൽ അറബി ഭാഷാ പണ്ഡിതന്മാർ അതിന് ഡിക്ഷണറിയിലൊക്കെ കൊടുത്ത അർത്ഥം മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ഒഫിസ്വിനാഅത്തി, ഈ മേഖലയിലെ സർഫിൻ്റെ മേഖലയിലെ പണ്ഡിതന്മാർ സംവിധാനിച്ച ഒരു മാന. ആ മാന എന്താണ്? തഹ്വീലു, തെറ്റിക്കലാണ്. തഹ്വീൽ എന്ന് പറഞ്ഞാൽ തെറ്റിക്കുക. അൽ അസുലിൽ വാഹിദി, അസുലുൽ വാഹിദിനെ തെറ്റിക്കുക, അസുലിനെ തെറ്റിക്കുക, അസുലിനെ തെറ്റിക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു വിഷയത്തെ തെറ്റിക്കുമ്പോൾ തെറ്റി വന്നതും ഉണ്ടാവും, എന്തെന്നാണോ തെറ്റിച്ചത് അതും ഉണ്ടാവും, അല്ലേ? നമ്മളിപ്പോൾ മാറ്റം വരുത്തുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു വെള്ളത്തിനെ നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് ആക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബക്കറ്റുള്ള വെള്ളം ഉണ്ടാവും, ആ ബക്കറ്റിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ആക്കി മാറ്റിയതും ഉണ്ടാവും. അപ്പൊ മാറ്റം വരുത്തി. എവിടെ? അസുലിനെ മാറ്റം വരുത്തി. എന്തിലേക്ക് മാറ്റം വരുത്തി? അൽ വാഹിദി, വാഹിദായ അസുല്. വാഹിദായ അസുല് എന്ന് പറഞ്ഞാൽ ഒന്നാം നമ്പർ അസുല്. ഒന്നാം നമ്പർ അസുലിനെ, ഒറിജിനൽ അസുലിനെ മാറ്റം വരുത്തി ഇല അംസിലത്തിൻ. മാറ്റം വരുത്തലാണ് ഇല അംസിലത്തിൻ, ഉദാഹരണങ്ങളിലേക്ക്, മോഡലുകളിലേക്ക്, മുഖ്തലിഫത്തിൻ, വ്യത്യസ്തങ്ങളായ മോഡലുകളിലേക്ക്, വ്യത്യസ്തങ്ങളായ മോഡല്. ഇപ്പോൾ അസുലുൽ വാഹിദ് എന്ന് പറഞ്ഞ മസ്ദർ, അസുലുൽ വാഹിദ് എന്ന് പറഞ്ഞ മസ്ദറാണ്. ഇപ്പോൾ ഫഅലൻ, ഫഅൽ എന്നുള്ളതല്ലേ മസ്ദർ പറയാം നമ്മൾ. ഈ ഫഅലൻ എന്നതിനെ ഫഅല എന്നതിലേക്ക് തെറ്റിച്ചു, യഫ്അലു എന്നതിലേക്ക് തെറ്റിച്ചു, ഇഫ്അൽ എന്നതിലേക്ക് തെറ്റിച്ചു, ഫാഇൽ എന്നതിലേക്ക് തെറ്റിച്ചു. എന്തിനങ്ങനെ തെറ്റിക്കുന്നത്? ലിമആനിൻ, ആശയങ്ങൾക്കു വേണ്ടി. ലിമആനിൻ, ആശയങ്ങൾക്കു വേണ്ടി തെറ്റിച്ചു. മഖ്സൂദത്തിൻ, ഉദ്ദേശിക്കപ്പെടുന്ന ആശയങ്ങൾക്ക് വേണ്ടി. നമ്മളിപ്പോൾ സംസാരിക്കുന്ന എന്തിനാ? നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ പറയാനാണ്. നമുക്കൊരു ലക്ഷ്യമുണ്ട് ഒരു വിഷയം പറയണമെങ്കിൽ. അപ്പം എൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ, എൻ്റെ ലക്ഷ്യം മറ്റുള്ളവരിലേക്ക് എത്തിയെന്ന് ബോധ്യപ്പെടണമെങ്കിൽ ഞാൻ ആ വാക്കുകൾ ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന ആശയമാണ് എന്നോട് സംസാരിക്കുന്നവനോട് ഞാൻ പറയേണ്ടത് എങ്കിൽ അവിടെ അകൽത്തു എന്ന് പറയണം, ഞാൻ ഭക്ഷിച്ചു എന്ന് പറയണം. ഇനിയോ അവൻ ഭക്ഷണം കഴിച്ചു എന്നാണ് പറയണെച്ചെങ്കിൽ അകല ചെയ്തു എന്ന് പറയണം. അപ്പൊ ഇങ്ങനെ ഈ അകല എന്നതിലേക്കും അകൽത്തു എന്നതിലേക്കും നീ യഅ്കുലു എന്നുള്ളതിലേക്കും കുൽ എന്നതിലേക്കും ലാ തകുൽ എന്നുള്ളതിലേക്കും ഒക്കെ തെറ്റിക്കുന്ന ഈ പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് തസ്രീഫ് എന്നുള്ളത്. മനസ്സിലായോ? ലാ തഹ്സുലു, ആ ആശയങ്ങൾ കിട്ടുകയില്ല, ഇല്ലാ ബിഹ, ഇങ്ങനെ മാറ്റം വരുത്തൽ കൊണ്ടല്ലാതെ. ഇങ്ങനെ വ്യത്യസ്ത മോഡലുകളിലേക്ക് മാറ്റം വരുത്താതെ കിട്ടൂല. ഇപ്പൊ ഞാൻ പറയാണ് അകൽത്തു എന്ന് പറയാണ്, എന്നിട്ട് ഞാൻ പറയാണ് സെയ്ദ് തിന്നു എന്നാണ് ഞാൻ പറയുന്നത്. അത് പറയാനേ പറ്റുള്ളൂ, അത് എനിക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താനേ പറ്റുള്ളൂ. പക്ഷെ അതുകൊണ്ടുള്ള ഉദ്ദേശം ഇന്നതാണെന്ന് മനസ്സിലാവണമെങ്കിൽ അക്കല ചെയ്തു തന്നെ പറയണം, അക്കൽത്തു എന്ന് പറഞ്ഞാൽ പോരാ. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയങ്ങളിലേക്ക് കിട്ടാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ ഉദാഹരണങ്ങളിലേക്ക്, മോഡലുകളിലേക്ക് ഒന്നാം നമ്പർ അസുലിനെ തെറ്റിക്കുന്ന പ്രവർത്തനത്തിനാണ് എന്തെന്ന് പറയാ? സർഫ്, തസ്രീഫ് എന്നൊക്കെ പറയാം.
ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഇതൊക്കെ അതിൻ്റെ ഷറഹാണ്. ഇൻഷാല്ലാ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പൊ സർഫ് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത മേഖലയിലേക്ക് പോവാണ്. തഖ്സീമുൽ ഫിഇലി, ഫിഇലിനെ ഓഹരിയാക്കുക. ഫിഇലിനെ വ്യത്യസ്തങ്ങളായ ഓഹരിയാക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ മീസാനിലൊക്കെ. ഫിഇല് മാദി ഉണ്ട്, മുളാരി ഉണ്ട്, അംർ ഉണ്ട്, നഹിയ ഉണ്ട്, മഅറൂഫ് ഉണ്ട്, മജ്ഹൂൽ ഉണ്ട്, ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് വേറൊരു രൂപത്തിലാണ് ഓഹരിയാക്കുന്നത്. ഇവിടെ വേറൊരു ശൈലിയിലാണ്. നോക്കാം. സുമ്മ പിന്നെ, അൽ ഫിഇലു ഫിഇലാകുന്നത്, ഇമ്മ ഒന്നിരിക്കെ, സുലാസിയുൻ അത് 3 അക്ഷരം ഉള്ളതായിരിക്കും. ഫീല് ലോകത്ത് ഏതെല്ലാം ഫീലുകളുണ്ടോ ആ ഫീലുകൾ മുഴുവൻ അറബിയിലാട്ട പറയണേ, അതെല്ലാം ഒന്നിരിക്കെ 3 അക്ഷരമായിരിക്കും. വ ഇമ്മാ റുബാഇയുൻ അല്ലെങ്കിൽ 4 അക്ഷരം ഉള്ളതായിരിക്കും. 3 അക്ഷരമോ 4 അക്ഷരമോ ഉള്ളതായിരിക്കും. അപ്പോൾ ഫെയിലിനെ നമുക്ക് മേലൊരു ഫെയിലിന്ന് എഴുതിയിട്ട് 2 ഘടകാക്കി. ഒന്ന് സുലാസിയുൻ, ഇപ്പുറത്തൊരു വര അങ്ങോട്ട് വരച്ചു, ഇപ്പുറത്തേക്ക് റുബായിയുൻ, 2 ആക്കി. 2 വര വരച്ചു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? വകുല്ലു വാഹിദിൻ മിൻഹുമ ഈ 2 നിന്നുമുള്ള എല്ലാ ഓരോന്നും. അപ്പൊ സുലാസിയും റുബായിയും ഈ 2 ഇമ്മാ മുജറദുൻ ഒന്നിരിക്കെ അത് അധികമുള്ള അക്ഷരങ്ങളെ ഒഴിവാക്കപ്പെട്ടതായിരിക്കും. ഒറിജിനൽ 3 അക്ഷരം, അതിലിനി കൂടുന്നില്ല. അതിലിനി എന്ത് ചെയ്യുന്നില്ല? വേറെ അക്ഷരങ്ങൾ കൂടുന്നില്ല, അധികം കൂടുന്നില്ല. മുജറദ് പറഞ്ഞാല് അത് തനിപ്പിക്കപ്പെട്ടത്, കടഞ്ഞെടുത്തത്, എന്താണ്, സായിദയായ അക്ഷരങ്ങൾ ഇല്ലാത്തത് എന്നൊക്കെ അർത്ഥം. മനസ്സിലായോ? ഓക്കെ ആണോ? ഉദാഹരണം പറഞ്ഞ ഫഅല. ഫഅല എന്ന് പറഞ്ഞാൽ ഒറിജിനൽ 3 അക്ഷരമാണത്. അതിലേതെങ്കിലും കൂടിയിട്ടുണ്ടോ? ഏതെങ്കിലും അക്ഷരങ്ങൾ കൂടിയിട്ടുണ്ടോ? 3 അല്ലാത്ത ഏതെങ്കിലും അക്ഷരം ഉണ്ടോ? ഇല്ല. നേരെ മറിച്ച് അഫ്അല എന്നുള്ളതിലോ അതില് തുടക്കത്തിൽ ഒരക്ഷരം കൂടി. ഇനി കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ തഫഅല എന്നുള്ളതിലോ 2 അക്ഷരം കൂടി. കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ഇസ്തഫ്അല, അതിൽ 3 അക്ഷരം കൂടി. അപ്പൊ ഒന്നിരിക്കെ അത് പ്രശ്നമല്ല. ഇല്ലല്ല, അത് പ്രശ്നമല്ല. ഹർക്കത്ത് മാറ്റം വരുന്നതിലും മജ്ഹൂലാകണേലും മഅറൂഫ് ആകണേലും ഒന്നും പ്രശ്നമല്ല. അക്ഷരങ്ങൾ കൂടുക എന്നുള്ളതാണ്. ഹർക്കത്തല്ല നമ്മളെ വിഷയം. അക്ഷരങ്ങൾ കൂടും. അപ്പൊ ഹർക്കത്ത് നമ്മൾ മാലി തന്നെ വ്യത്യാസം വരുന്നുണ്ടല്ലോ. അപ്പൊ ഫഅല, ഫഅല, ഫഅലൂ എന്നുണ്ടല്ലോ, അത് 3 അക്ഷരമാണ്, സുലാസി മുജറദാണ്. ഫഅലത്ത്, ഫഅലത, ഫഅൽന, ഫഅൽത ഉണ്ടോ? അവിടെ ലാമിനിക്ക് സുക്കൂന വരുന്നത്. അതൊന്നും പ്രശ്നമല്ല, ഹർക്കത്തിന്റെ വിഷയമല്ല. ഞാൻ പറഞ്ഞത് അതിന്റെ അസ്ലിൽ നിന്ന് ഉള്ളതിനേക്കാൾ കൂടുതൽ അക്ഷരം അതിലേക്ക് അക്ഷരമായിട്ട് തന്നെ വന്നു ചേരുക. അത് നമ്മള് ഇതിന്റെ അത് ജം ആവുമ്പോ വരുന്നതാണ്. ജം ആവുമ്പോൾ അല്ലെങ്കിൽ തസ്നി ആവുമ്പോൾ ദ്വിവചനത്തിനു വേണ്ടി, ബഹുവചനത്തിനു വേണ്ടി
ഒക്കെ വരുന്നതാണ്. അത് പ്രശ്നമല്ല. ആ അക്ഷരങ്ങളെ കുറിച്ചല്ല പറഞ്ഞു നമ്മള്. ഇപ്പൊ ഫഅല ഫസ്റ്റ് വരുന്നത്. ഇപ്പൊ ഫഅല ഫഅല എന്നുള്ളതിൽ അഫ്അല, കത്തബ എന്നുള്ളതിൽ കാത്തബ, അതുപോലെ ഷറഫ എന്നുള്ളതിൽ ഷറഫ. ആണോ ഒരു റ അധികമായി അവിടെ, മനസ്സിലായോ? ഇങ്ങനെ വ്യത്യാസം വരുന്നത്, ഇങ്ങനെ അധികം വരുന്നത്. മറ്റേത് എല്ലായിടത്തും വ്യത്യാസം വരും. ഇപ്പൊ ഫഅല ഫഅല ഫഅലു എന്നുള്ളത് അഫ്അല അഫ്അല അഫ്അലു എന്നുള്ളതിൽ വരും, അവിടെയും വരും. അത് ഫഅലത്ത് ഫഅലത ഫഅൽന എന്നുള്ളതിൽ അഫ്അലത്ത് അഫ്അലത അഫ്അൽന എന്നും വരും. അപ്പൊ ഇവിടെ 3 അക്ഷരമുള്ള ഇതിപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് അറിയാം. നമ്മളൊരു കുട്ടിയുടെ പേരിടുമ്പോ വരെ, കുട്ടികളെ പേരൊക്കെ ഉണ്ട്, ഇപ്പോ കുട്ടികളുടെ പേരിടുന്ന സമയത്ത് വരെ നമ്മൾ അതിന്റെ അസ്ല് എന്താണ് എന്ന് പരിശോധിക്കണം. ചിലര് 2 അക്ഷരമുള്ള പേരിടും. 2 അക്ഷരമുള്ള പേരേ അറബിയിലില്ല, ഇല്ല. ചുരുങ്ങിയത് 3 വേണം, 3-നേക്കാൾ അധികവും ആവാം, എത്രയാവാം. ഇപ്പോ നിങ്ങളെ റബീഅ് അതൊരു പേരാ, റബീഅ് എന്നാണ്, ഐനാണ്. അല്ല എത്ര അക്ഷരമുണ്ട്? 4 അക്ഷരമുണ്ട്. മുഹമ്മദ് മുഹമ്മദ് എത്ര അക്ഷരമുണ്ട്? 5 അക്ഷരമുണ്ട്. ചിലര് ദിയ എന്ന് പേരിടും. പെണ്ണുകുട്ടികളെ പേരാണ് ഇങ്ങനെ കൂടുതലാകുക. ദിയ 2 അക്ഷരം, അങ്ങനെ ഒരു പേരില്ല. അത് നമ്മൾ പേരിടുമ്പോഴും അതാണ്, ഏതൊരു അറബി പേരാണോ അത് വേറെ എന്തെങ്കിലും ആക്കേണ്ടി വരും. ഇനി അറബിയിലാവുമ്പോ പേരായിട്ട് വരുന്നത് നമ്മൾ ദിയാ എന്നാക്കേണ്ടി വരും, ദിയാ അല്ലെങ്കിൽ ദിയത്ത്. നമ്മളെ ദിയത്ത് പറയില്ല നമ്മള്, ഈ എന്താ ബ്ലഡ് മണി ഉണ്ടല്ലോ, അതിനു വേണ്ടി ദിയത്ത് നാക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ആക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഏതൊരു അറബി വേർഡ് കിട്ടിയാലും അതിന്റെ റൂട്ട് നമുക്ക് തിരിയണം. റൂട്ട്, വേര്, അതാണ് അസ്ലുൽ വാഹിദ്. ഇപ്പൊ മുഹമ്മദ് എന്നുള്ളത് നോക്കി, ഞാൻ പറഞ്ഞുതരാം. മുഹമ്മദ് അതിന്റെ റൂട്ട് എന്താന്ന് പറയാ? ഹംദ് എന്നുള്ളതാണ്. ഹംദ്. ആ ഹംദ് എന്നുള്ളത് എന്ത് ചെയ്തു? ഹമ്മദ യുഹമ്മിദു തഹ്മീദ് മുഹമ്മദ് എന്നായി മാറി. ഇപ്പൊ എന്റെ പേര് നോക്കാം, ജാബിർ. ജബറ എന്നാണ് പേര്, ജബറ. അതിന്റെ ഇസ്മു ഫായില് ജാബിർ. അതുപോലെ ഇനി ഏതെടുത്താലും അത് നമ്മളെ മനസ്സിൽ ഇങ്ങനെ വേണം. സർഫ് ആക്കി പഠിക്കുന്ന സമയത്ത് ഇതിപ്പോ ഏതാ ഫീല്, ഇതിന്റെ റൂട്ട് എന്താണ്, ഇതിന്റെ വേരെന്താണ്, ഇത് അതിനേക്കാൾ എത്ര അക്ഷരം കൂടിയിട്ടുണ്ട് എന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോന്ന് ലഫ്ളുകൾ പറയുമ്പോഴും കാണാം. അപ്പൊ ഇവിടെ തന്നെ നോക്കി, സുമ്മ എന്നുള്ളത് ഫീലല്ല, പക്ഷെ അതിൽ 3 എണ്ണം ഉണ്ട്. 3 അക്ഷരം ഉണ്ടായിട്ട് തന്നെ അത് ഫീലല്ല, അത് ഹർഫാണ്. ഇസ്മു അല്ല, ഹർഫാണത്. അൽ ഫിഅലു അത് ഇസ്മാണ്. അൽ ഫിഅലു എന്നുള്ള പദം ഇസ്മാണ്, ക്രിയ. ഇമ്മ അത് ഹർഫാണ്. സുലാസിയുൻ അത് ഇസ്മാണ്. അതുപോലെ ഇമ്മ വ ഹർഫാണ്. റുബായിയുൻ ഇസ്മാണ്. കേട്ടോ, ഒരു ഇസ്മിനിക്ക് ചുരുങ്ങിയതാ പറഞ്ഞാൽ, പക്ഷെ എന്നാൽ തന്നെ വളരെ കുറവാണ് 3 അക്ഷരമുള്ള പേര്. 3 അക്ഷരമുള്ള പേര് വളരെ കുറവാണ്. നമ്മള് പേര് വളരെ കുറവാണ്. ചുരുങ്ങിയത് ഏറെക്കുറെ ഏകദേശം എല്ലാവരുടെ പേരിലും 4 അക്ഷരെങ്കിലും ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ പറയുമ്പോൾ എന്ത് പറയാ, 3 അക്ഷരമുള്ള ഇസ്മുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, 3 അക്ഷരം ഇടാം, 3 അക്ഷരമുള്ള പേരിടാം. അതുപോട്ടെ. അപ്പോ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഫിഇല് അടിസ്ഥാനപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് 3 അക്ഷരം മാത്രമേ ഉണ്ടാകൂ, അല്ലെങ്കിൽ 4 അക്ഷരം മാത്രമേ ഉണ്ടാകൂ. ഇപ്പൊ ചിലത് ഉണ്ടാവും 4 അക്ഷരമുള്ള ഫീലുകൾ ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞ ദഹ്റജ, ദഹ്റജ, ഉരുണ്ടു എന്നാണ് അതിന്റെ അർത്ഥം. ഉരുണ്ടു, അത് 4ഉം അസ്ലിയായ അക്ഷരാണ്, 4ഉം അസ്ലിയാണ്. ദഹ്റജ. അപ്പോ അതിനെന്താ പറയാ, നമ്മള് റുബായി മുജറദ് എന്നാ പറയാ.
മൂന്നക്ഷരം മാത്രമുള്ളതിന് സുലാസി മുജറദ് എന്ന് പറയും. സുലാസി മുജറദ് മൂന്നക്ഷരം മാത്രം മുജറദ് എന്ന് പറയും. ഇനി ഇപ്പോ സുലാസി മസീദ് ഫിഹി എന്ന് പറയും നാലക്ഷരം ഉള്ളതിന്. പക്ഷെ അതിൽ എന്തുണ്ടാവും? അസില് 3 ഉണ്ടാവൂ, ഒന്നധികാരം. അസില് 3 അക്ഷരം ഉണ്ടാവുള്ളൂ. റുബായി, സുലാസി, മസീദ് ഫിഹി. മസീദ് ഫിഹി എന്ന് പറഞ്ഞാൽ സായിദയായ അക്ഷരം ഉള്ളത് എന്നർത്ഥം. അപ്പൊ സായിദയായ അക്ഷരമുള്ള സുലാസി എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം വരും നിങ്ങൾ? 4 അക്ഷരം ഉള്ളത് വരും, 5 അക്ഷരം ഉള്ളത് വരും, 6 അക്ഷരം ഉള്ളതും വരും. പക്ഷെ അവിടെ നമ്മൾ റൂട്ട് നോക്കും, റൂട്ട് വേര് നോക്കും, അസില് നോക്കും. അസില് 3 അക്ഷരാണത്. നേരെ മറിച്ചോ അസില് 4 അക്ഷരമുണ്ട്, എന്നാൽ അതന്നെ റുബായി മുജറദായിരിക്കും. അസിൽ തന്നെ 4 അക്ഷരം ഉള്ളത്. അതിലും കൂടാം റുബായി മസീദ് ഫിഹി വരാം. ഇപ്പൊ ദഹ്റജ, അതിന്റെ റുബായി മസീദ് ഫിഹി ആണ് തദഹ്റജ. തദഹ്റജ തദഹ്റജ അതിൽ താ എന്നുള്ള അക്ഷരം കൂടി. അപ്പൊ അത്രയായി 5 അക്ഷരായി. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫിഇല് ഒന്നിരിക്കെ 3 അക്ഷരമുള്ളതായിരിക്കും, അല്ലെങ്കിൽ 4 അക്ഷരമുള്ളതായിരിക്കും. ഈ ഓരോന്നും ഈ രണ്ടിൽ നിന്നുമുള്ള എല്ലാ ഓരോന്നും ഒന്നിരിക്കെ മുജറദായിരിക്കും. മുജറദ് എന്ന് പറഞ്ഞാൽ സായിദയായ ഒരു അക്ഷരവും ഇല്ലാത്തത്. അല്ലെങ്കിലോ ഔ മസീദും ഫീഹി, അല്ലെങ്കിൽ സായിദയായ അക്ഷരം ഉള്ളതായിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അപ്പൊ എത്ര ഇനായി? 2 ഗുണിക്കണം 2 4 ഇനായി അല്ലേ? എങ്ങനെ? അൽ ഫിഇലു സുലാസിയുൽ മുജറദു, അൽ ഫിഇലു സുലാസിയുൽ മസീദു ഫീഹി, അൽ ഫിഇലു റുബായിയുൽ മുജറദു, അൽ ഫിഇലു റുബായിയുൽ മസീദു ഫീഹി. അല്ലേ? ഇനി നമ്മൾ 8 എണ്ണാക്കാൻ പോകട്ടോ. വകുല്ലു വാഹിദിൻ മിൻഹ, ഈ പറയപ്പെട്ടതിൽ നിന്നുള്ള എല്ലാ ഓരോന്നും, ഈ പറയപ്പെട്ടതിൽ നിന്നുള്ള എല്ലാ ഓരോന്നും ഇമ്മ സാലിമുൻ, ഒന്നിരിക്ക സാലിമായിരിക്കും. സാലിം, സാലിം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടത് എന്നർത്ഥം. സാലിം എന്ന് പറഞ്ഞാല് രക്ഷപ്പെട്ടത് എന്ന് അർത്ഥം. ഔ ഗൈറു സാലിമിൻ, അല്ലെങ്കിൽ രക്ഷപ്പെടാത്തതായിരിക്കും. ഔ ഗൈറു സാലിമിൻ, അല്ലെങ്കിൽ രക്ഷപ്പെടാത്തതായിരിക്കും. അപ്പൊ എന്തോ രക്ഷപ്പെടാത്തത് എന്ന് പറയുമ്പോൾ എന്തോ ഒരു കുഴപ്പം പിടിച്ചതാന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലേ? അപ്പൊ എന്താ രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ന്യൂനതകളില്ലാത്തത്. രക്ഷപ്പെടാത്തത് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കുറവുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാല്, ഇപ്പോ കതബ, കാഫ് താ ബാ സ്ട്രോങ് ലെറ്റേഴ്സ് ആണ്. ഒരു സ്ഥലത്തും അത് നഷ്ടപ്പെടൂല. കതബ യക്തുബു കത്ബൻ ഫഹുവ കാത്തിബൻ, എവിടെയും ആ 3 അക്ഷരം ഉണ്ടാവും. എന്നാൽ നോക്കി കാല, കാല നടുവിലത്തെ അക്ഷരം എന്താ? അലിഫാണ്. നടുവിലെ അക്ഷരേ കാല എന്നുള്ളതിൽ അലിഫ്. ഈ കാല എന്നുള്ളതിൽ അലിഫ് എല്ലാ സമയത്തും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞുതരാം. കാല കാല കാലു, കാലത്ത് കാലത്ത, കുൽന, കുൽത്ത കുൽത്തുമ കുൽത്തും, കുൽത്തി കുൽത്തുമ കുൽത്തുന്ന, കുൽത്തു കുൽന. ആണോ? അവിടെ കുൽത്തു എന്നുള്ളിടത്ത് 3 അക്ഷരം ഉള്ളൂ. മറ്റോടത്തോ കത്തബുത്തു എന്ന് പറയുമ്പോൾ 4 അക്ഷരം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ലഈഫായ അക്ഷരം, രോഗമുള്ള അക്ഷരം, രോഗമുള്ള അക്ഷരവുമുണ്ട്,
രോഗമില്ലാത്ത അക്ഷരവുമുണ്ട്. ഇപ്പൊ അലിഫും വാവും യാവും രോഗമുള്ള അക്ഷരമാണ്. അലിഫും രോഗമുള്ള അക്ഷരമാണ്. ഓല് കനമുള്ള ഹർക്കത്ത് തേടൂല. ഉദാഹരണം പറയാം, ലമ്മ് വന്നാൽ ഓല് സ്വീകരിക്കൂല. ഓലെന്നെ 2 കിലോനുള്ളൂ, ഒരു 10 കിലോ ഉള്ള ഒരു ചുമട് വന്നാൽ സ്വീകരിക്കൂലല്ലോ. അങ്ങനെ ഉണ്ടോ? നമ്മുടെ ആകെ 10 കിലോ ഉള്ള ഒരാൾ 20 കിലോ ചുമക്കുവോ? ഇല്ല. അപ്പൊ അത് ഭാരമുള്ള ഹറക്കത്തുകൾ ചുമക്കൂല. അപ്പൊ ഇവിടെ കാല എന്നുള്ളടത്ത് ശരിക്ക് കവൂല എന്നുണ്ടാകുക. എങ്ങനെ? കവൂല. അതെന്താ എങ്ങനെ മാറിയെന്നറിയോ? അതൊന്ന് മാത്രം പറയാം. വാവ് ലഈഫാണ്, ബലഹീനമായ അക്ഷരാണ്. ലമ്മത്ത് അതിന് കൊടുക്കണേന് കവിയാണ്. ലമ്മത്ത് സ്ട്രോങ് ഹറക്കത്താണ്. അപ്പൊ വീക്ക് ലെറ്റർ ആയ വാവിന് സ്ട്രോങ് വവലായ സ്ട്രോങ് ഹറക്കത്തായ ലമ്മ് കൊടുക്കാൻ പറ്റൂല, അത് താങ്ങൂല. അപ്പൊ സ്ട്രോങ് ഹറക്കത്ത് കളഞ്ഞു, അത് കളഞ്ഞപ്പോ ക വ് ലാന്നായി മാറി. ഹർക്കത്ത് പോയാൽ പിന്നെ സുക്കൂനാവുമല്ലോ. ഹർക്കത്ത് പോയാൽ സുക്കൂനാവും. അപ്പൊ വാവിനെ മറിച്ച് അലിഫാക്കി. അങ്ങനെയാണ് കാലാന്നായത്. നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ പോലെ കത്തബ, അതിൽ തായിനെ മറിച്ച് അലിഫാക്കാൻ പറ്റൂല, കാരണം സ്ട്രോങ് ലെറ്റർ ആണ്, വീക്ക് ലെറ്റർ അല്ല. അപ്പൊ നമ്മൾ പറയാണ്, അപ്പോ സാലിമായിരിക്കും എന്ന് പറഞ്ഞാൽ ന്യൂനതകളിൽ നിന്നും രക്ഷപ്പെട്ടതായിരിക്കും. വൈറു സാലിമിൻ, അലിഫും വാവും യാ ഉള്ള ലെറ്റർ വരും. അത് മാത്രമല്ല, വേറെയുണ്ട് ന്യൂനതകൾ, വേറെയുണ്ട്. അലിഫുള്ളത് ഉണ്ടാവും, വാവ് ഉള്ളത് ഉണ്ടാവും, യാ ഉള്ളത് ഉണ്ടാവും, പിന്നെ ഹംസ ഉള്ളത് ഉണ്ടാവും. അഹദ 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 എന്നുള്ളതിനും ഈ ഹംസ പല സ്ഥലത്തും കളയപ്പെടും. നമ്മൾ എടുക്ക് എന്നുള്ളതിന് വേറെ വേറെ അക്ഷരങ്ങളായിട്ടല്ല എന്തുവരും. ഇപ്പൊ ഈ മദ്ദ അവസാനം ഇരട്ടില്ല അക്ഷരം, അതും ഇതിലെ വരിക, ഓയിർ സാലിമിലെ വരിക. നമ്മൾ ഇതിൽ വരുന്നുണ്ട്, അതന്നെ പറയണേ. എന്താണ് ഓയിർ സാലിം എന്നുള്ളത് പറയേണ്ടത്, അതിന്റെ ബാക്കി അതന്നെ. അപ്പൊ നമ്മളിപ്പോ 8 എണ്ണായിട്ടോ. എങ്ങനെ 8 എണ്ണായത് നോക്കേ. ഫിഅല്, സുലാസിയ്, മുജറദ്, സാലിം. എങ്ങനെ? അൽ ഫിഅലു സുലാസിയുൽ മുജറദു സാലിമു, അൽ ഫിഅലു സുലാസിയുൽ മുജറദു ഗൈറു സാലിമി, അൽ ഫിഅലു സുലാസിയുൽ മസീദു ഫീഹി സാലിമു, അൽ ഫിഅലു സുലാസിയുൽ മസീദു ഫീഹി ഗൈറു സാലിമി, അൽ ഫിഅലു റുബായിയുൽ മുജറദു സാലിമു, അൽ ഫിഅലു റുബായിയുൽ മസീദു ഫീഹി സാലിമു. അങ്ങനെ അത് നമ്മളിങ്ങനെ തിരിച്ചാൽ മതി. നമ്മളൊരു ഫീലിൽ നിന്ന് മേലെ വരക്കുക, മേലെ ഫീലിൽ നിന്ന് എഴുതുക, എന്നിട്ട് ഇങ്ങനെ ഒരു വരട്ടിട്ട് താഴത്തേക്ക് ഇങ്ങനെ വരക്കുക. അപ്പോൾ അവിടെ ഫീല് സുലാസി എന്ന് ഒരു സ്ഥലത്ത് എഴുതുക, ഇപ്പുറത്ത് റുബായിന്ന് എഴുതുക. എന്നിട്ട് ഈ സുലാസീനെ ഒരു വരട്ടിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് മുജറദ് മസീദ് ഫീഹി, ഇപ്പുറത്ത് കൊണ്ടുപോയിട്ട് മുജറദ്, റുബായിയും അതേപോലെ തന്നെ മുജറദ് മസീദ് ഫീഹി. ഈ ഓരോ ഫീലും സാലിമായിരിക്കും അല്ലെങ്കിൽ ഒരു സാലിമായിരിക്കും, സാലിമായിരിക്കും ഒരു സാലിമായിരിക്കും, സാലിമായിരിക്കും ഒരു സാലിമായിരിക്കും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ 8 രൂപത്തിലായി ഇസ്മിപ്പം. വിഭജനം 8 രൂപത്തിലായി. ഓക്കെ ആണോ? അത് ഞാൻ വരച്ചു തരാം. അത് നോട്ട് അങ്ങനെയല്ല ആക്കിക്കണ്, ഞാൻ വരച്ചിട്ട് വിട്ടുതരാം.
മനസ്സിലാവല്ലോ. അതെ അതെ മനസ്സിലാക്കി. ആ ഓക്കെ. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു നോട്ട് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ രൂപത്തിൽ വരച്ചിട്ടില്ല കേട്ടോ, അത് ഞാൻ വരച്ചിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് വിട്ടുതരാം. അൽഫിയലു ഇങ്ങനെ വരച്ചു. അസ്സുലാസിയു അർറുബായിയു അൽ മുജറദു അൽ മസീദു ഫീഹി അൽ മുജറദു മസീദു ഫീഹി സാലിമുൻ ഗൈറു സാലിമിൻ സാലിമൻ ഞാൻ വാട്സാപ്പിലിടാം. അയച്ചിട്ടുണ്ട്. സിമ്പിളാണ്, കണ്ടോ? ജസ്റ്റ് ഒന്ന് നോക്കി. ഫിഅല്, സുലാസിയെ, റുബായിയെ. ആ സുലാസി തന്നെ മുജറദ് മസീദ് ഫീ, റുബായി തന്നെ മുജറദ് മസീദ് ഫീ. ഈ ഓരോ മുജറദും ഓരോ മസീദ് ഫീഹിയും സാലിമ് വൈറു സാലിമ്, സാലിമ് വൈറു സാലിമ്, സാലിമ് വൈറു സാലിമ്, സാലിമ് വൈറു സാലിമ്. കണ്ടോ? ഓക്കെ ആണോ? കാണുന്നുണ്ടോ? കണ്ടില്ലേ? അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. എന്നാ നീ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ നോക്കണ്ട, കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ഓക്കെ ആണോ? കണ്ടോ? അത് നോക്കി നോക്ക്. അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ പെട്ടെന്ന് എഴുതിയതാണ്. പെട്ടെന്ന് സാലിമും ഒരു സാലിമും ഉണ്ടാവും, രണ്ടും ഉണ്ടാവും. അപ്പൊ എട്ടുണ്ടാവും. അപ്പൊ ഇവിടുന്ന് അങ്ങനെ പോകാൻ നമ്മള്. അപ്പൊ സാലിമ് മുജറദ് സുലാസി ഫേല്, വൈർ സാലിമ് മുജറദ് സുലാസി ഫേല്, സാലിമ് മസീദ് ഫി സുലാസി ഫേല്, വൈർ സാലിമ് മസീദ് ഫി സുലാസി ഫേല്, സാലിമ് മുജറദ് റുബായി ഫേല്, വൈർ സാലിമ് മുജറദ് റുബായി ഫേല്, സാലിമ് മസീദ് ഫി റുബായി ഫേല്, വൈർ സാലിമ് മസീദ് ഫി റുബായി ഫേല്. അങ്ങനെ 8 എണ്ണം വരും. അങ്ങനെ 8 എണ്ണം വരും.
ഓക്കെ അല്ലേ?